നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം അറിയാമല്ലോ, യുകെയിലെ ഗവൺമെൻറ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു, യുകെയിലെ NHSൽ വർക്ക് ചെയ്ത എല്ലാവർക്കും തന്നെ അവരുടെ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാകും. അത് 5.5% സാലറി ഇൻക്രിമെൻ്റ് ആണ് എല്ലാവർക്കും ലഭിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഈ മാസത്തെ പേ സ്ലിപ്പിൽ അത് എല്ലാവർക്കും തന്നെ ആഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. ഈ മാസത്തെ പേ സ്ലിപ്പ് തൊട്ട് എല്ലാവർക്കും തന്നെ 5.5% സാലറി എക്സ്ട്രാ കൂട്ടിയായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഈ കൂടുതലായിട്ട് ലഭിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ തൊട്ടുള്ള സാലറിയിൽ ബാക്ക് ഡേറ്റഡ് ആയിട്ട് ഈ 5.5% ആഡ് ചെയ്തിട്ട് ഈ മാസം നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അങ്ങനെ ഏകദേശം കഴിഞ്ഞ 6 മാസത്തെ സാലറി 5.5% അവർ കൂട്ടിയത് നമുക്ക് ഈ മാസം അവർ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ആഡ് ചെയ്ത് തരുമ്പോൾ നമ്മൾ അതിൻ്റെ ടാക്സും നാഷണൽ ഇൻഷുറൻസും ഒക്കെ അടയ്ക്കണം. അങ്ങനെ അടച്ചാൽ പോലും എല്ലാവർക്കും തന്നെ മിനിമം ഒരു 500 പൗണ്ട് എക്സ്ട്രാ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വരുന്നത്. NHSൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സന്തോഷം വരുത്തിയ ഒരു വാർത്ത തന്നെയാണിത്. ഇപ്പോൾ യുകെയിലെ ഇൻഫ്ലേഷൻ നമുക്കറിയാമല്ലോ, യുകെയിലെ ഇൻഫ്ലേഷൻ 10% വരെയൊക്കെ ഉയർന്നിരുന്നു. ആ ഇൻഫ്ലേഷൻ ഇപ്പോൾ 2%ലേക്ക് എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ 2%ആയിട്ട് കുറഞ്ഞപ്പോൾ യുകെ ഗവൺമെൻറ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലേഷന് എബോവ് ആയിട്ടുള്ള സാലറി ഇൻക്രിമെൻ്റ് ആണ് ഇവിടുത്തെ നേഴ്സുമാർക്ക് കൊടുത്തതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷകരമായ വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NHSൽ ഒരുപാട് പേര് ബാൻഡ് 3 സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല NHSകളിലും ഇപ്പോൾ അവരുടെ സാലറി 22,856 സംതിങ് ആയിരുന്നു. അതായത് 23,200 പൗണ്ടാണ് നമുക്ക് യുകെയിൽ ഒരു വിസ ലഭിക്കണമെങ്കിൽ വേണ്ടി വരുന്നത്. അതായത് മണിക്കൂറിന് 11 പൗണ്ട് 90 പെൻസ് വെച്ച് 37.5 മണിക്കൂർ 23,200 പൗണ്ടാണ് നമുക്ക് യുകെയിൽ ഒരു വിസ ലഭിക്കുന്നതിന് വേണ്ടി മിനിമം സാലറി. അതായത് ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ളവരുടെ സാലറി. ബാൻഡ് 3 സപ്പോർട്ട് വർക്കർ വരുന്നതൊക്കെ ഹെൽത്ത് ആൻഡ് കെയർ വിസയിലാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ 23,200 പൗണ്ട് സാലറി ലഭിച്ചു കഴിഞ്ഞാൽ യുകെയിലെ വിസ ലഭിക്കുന്നതാണ്. അന്നേരം NHSൽ പല NHSകളിലും ബാൻഡ് 3 സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവിടുന്ന് COS അവർ കൊടുക്കുന്നില്ലായിരുന്നു. അവർ റീസണായിട്ട് ഇത്രയും കാലം പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാലറി ഇപ്പോൾ 22,836 സംതിങ് ആണ്. അതായത് 23,200 വരാത്തത് കൊണ്ട് അവർക്ക് COS ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മറ്റു ചില NHSകളൊക്കെ അവർക്ക് ഇത്രയും സാലറി ആയിരുന്നപ്പോൾ പോലും അവരുടെ ഓവർ ടൈമും സാറ്റർഡേ സൺഡേ സാലറിയൊക്കെ ആഡ് ചെയ്ത് കാണിച്ചുകൊണ്ട് ബാൻഡ് 3 6131 COS ഒരുപാട് പേർക്ക് കൊടുത്തിരുന്നു. അന്നേരം ഇനിയിപ്പോൾ യുകെയിലെ എല്ലാ NHSകൾക്കും ഇപ്പോൾ അവർക്ക് ബാൻഡ് 3 സപ്പോർട്ട് വർക്കറിന് അവർക്ക് COS കൊടുക്കണമെങ്കിൽ അവർക്ക് COS കൊടുക്കാൻ തക്ക രീതിയിൽ ഇവിടുത്തെ സാലറി ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ എല്ലാം സാലറി ഏകദേശം 23,900 പൗണ്ടിന് അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ COS കൊടുക്കാൻ ഏതെങ്കിലും മാനേജർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ വർക്ക് ചെയ്യുന്ന സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് COS കൊടുക്കുന്നതിനുള്ള സാലറി ക്രൈറ്റീരിയ എത്തിയിട്ടുണ്ട്. അവർക്ക് COS കൊടുക്കാവുന്നതാണ്. അന്നേരം യുകെയിൽ ഉള്ളവർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം ഇപ്പോൾ യുകെയിലുള്ള സ്റ്റുഡൻറ്റ് വിസയിലും ഡിപ്പെൻഡ് വിസയിലൊക്കെ ഉള്ള ഒരുപാട് പേര് നമ്മുടെ ഇപ്പോൾ NHSകളിൽ സപ്പോർട്ട് വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം യുകെയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ NHSൽ നിന്നൊരു COS ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ നിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഡിപ്പെൻഡൻസിനെ യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. 6131 എന്നുള്ള കോഡിന് നമുക്ക് ഡിപ്പെൻഡൻസ് അലൗഡ് ആണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6135ഉം 6136ഉമാണ് സപ്പോർട്ട് വർക്കർ അല്ലെ കെയർ വർക്കറിന്. അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഇപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് NHSലോട്ട് മാറിക്കഴിഞ്ഞാൽ NHSലെ ഒരു ബാൻഡ് 3 സപ്പോർട്ട് വർക്കർ റോളിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ പുറത്തുനിന്ന് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുകയാണ്, കെയറായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ NHSലെ ഈ ജോലിക്ക് വേണ്ടി NHSലെ ബാൻഡ് 3 സപ്പോർട്ട് വർക്കർ പോസ്റ്റിലേക്ക് ട്രൈ ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഒരു പാർട്ട് ടൈം ആയിട്ടെങ്കിലും കിട്ടിയാൽ 20 അവറെങ്കിലും കിട്ടിയാൽ നിങ്ങൾ കയറാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് 20 അവർക്കൊക്കെ കിട്ടി അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു COS ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു COS ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നുകൊണ്ട്, ഇപ്പോൾ നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് റെഫറൻസ് ഒക്കെ ലഭിച്ച് നിങ്ങൾക്കും ഒരു പിൻ നമ്പർ നേടിയെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, NHSൽ നമുക്ക് ധാരാളം ബെനിഫിറ്റ്സുകളാണ് ലഭിക്കുന്നത്. അന്നേരം നിങ്ങളെല്ലാവരും അതിനുള്ള അവസരങ്ങൾ വിനിയോഗിക്കും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സന്തോഷം വരുന്ന ഒരു വാർത്തയാണ്. യുകെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ചെയർമാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അവർ കൂടുതൽ കാലം ഇങ്ങനെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി നിർത്തുകയില്ല, ഇനി അത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, യുകെയിലെ ഇൻഫ്ലേഷൻ 2% ആയിരുന്നപ്പോൾ ഏകദേശം 2020 കാലഘട്ടത്തിൽ ഇവിടുത്തെ പലിശ എന്ന് പറഞ്ഞാൽ 0% ആയിരുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് 0% ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് ലോണും മോർഗേജും ഒക്കെ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഇൻഫ്ലേഷൻ ക്രമാതീതമായിട്ട് കൂടി 11% മുകളിലേക്കൊക്കെ എത്തിയപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ റേറ്റും പതുക്കെ പതുക്കെ കൂട്ടി 0.25 കൂട്ടി 5.25ലേക്ക് എത്തിച്ചിരുന്നു. അതായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് 5.25 ആയിട്ട് കൂട്ടിയപ്പോൾ ഇവിടുത്തെ ബാങ്കുകളെല്ലാം തന്നെ അവരുടെ പലിശ നിരക്കും ക്രമാതീതമായിട്ട് കൂടി. മോർഗേജുകളുടെ പലിശ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുടെ ലോണുകളുടെ പലിശ, ഇതെല്ലാം ക്രമാതീതമായിട്ട് അവർ കൂട്ടിയായിരുന്നു. അതെല്ലാം ബാധ്യത വന്നിരുന്നത് സാധാരണക്കാരുടെ മുകളിലേക്കായിരുന്നു. അതായത് ബാങ്കിൽ നിന്ന് പണം
കടമെടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ മോർഗേജ് എടുത്തിട്ടുള്ളവർക്കായിരുന്നു ഇത് ബുദ്ധിമുട്ടായിട്ട് വന്നത്. അങ്ങനെ 5.25 കഴിഞ്ഞ് അവരിപ്പോൾ ആദ്യമായിട്ട് കുറച്ചത് ലാസ്റ്റ് ടൈമിൽ അത് 5 അവർ കുറച്ചു. അതായത് യുകെയിലെ ഇൻഫ്ലേഷൻ നല്ലതുപോലെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ അവർ ഇൻട്രസ്റ്റ് റേറ്റും കുറച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ബെയിലി പറഞ്ഞിരിക്കുന്ന അവരിനി പെട്ടെന്ന് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പഴയതുപോലെ എത്തിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ ഇൻഫ്ലേഷൻ നോക്കിയാൽ മാത്രമേ അവരത് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നവംബറിലാണ് അടുത്ത അവരുടെ ചർച്ച വരുന്നത്. ആ മീറ്റിങ്ങിൽ ഉറപ്പായിട്ടും ഇനിയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് കുറയ്ക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം യുകെയിലെ ഇൻഫ്ലേഷൻ ഇപ്പോൾ ഏകദേശം 2-ൽ തന്നെയാണ് നിന്ന് പോകുന്നത്. ഏകദേശം 2% തന്നെയാണ് നിന്ന് പോകുന്നത്. 2% എന്നുള്ളത് യുകെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ടാർഗറ്റാണ് 2%. ആ 2% ഇപ്പോൾ യുകെ അച്ചീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കാലം ഇങ്ങനെ ഉയർന്ന നിലയിൽ പോകില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ ഇവിടെയുള്ള എല്ലാവർക്കും അത് ഗുണം തന്നെയായിരിക്കും. പക്ഷേ ഇത് ദോഷകരമായി ബാധിക്കുന്നത് ഇവിടെ സേവിങ്സ് ഉള്ളവരെ ആയിരിക്കും. കാരണം യുകെയിലെ സേവിങ്സിന് നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ ബേസ് ചെയ്താണ് ബാങ്കുകൾ നമുക്ക് പലിശ തരുന്നത്. ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇവിടുത്തെ ബേസ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ ബാങ്കുകളും അവരുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് തന്നെ ബാങ്കിൽ സേവിങ്സിലൊക്കെ പൈസ ഒരുപാട് ഇട്ടിട്ടുള്ളവർക്ക് കിട്ടുന്ന റിട്ടേൺസ് വളരെ കുറവായിരിക്കും. നമുക്ക് ഓർമ്മയുണ്ടോ 2020 കാലഘട്ടത്തിലൊക്കെ മാക്സിമം നമുക്ക് ലഭിക്കുന്നത് 0.5 അല്ലെങ്കിൽ 1% ഒക്കെ പലിശയായിരുന്നു ഫിക്സഡ് ഡെപ്പോസിറ്റിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ആ റേറ്റാണ് ഇപ്പോൾ 4%, 4.5, 5% ഒക്കെ എല്ലാവർക്കും ലഭിക്കുന്നത്. പക്ഷേ ഇനി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ ബേസ് റേറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് ബാങ്കുകളും അവരുടെ ബേസ് റേറ്റ് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നവർക്ക് അതൊരു നഷ്ടമാണ്. പക്ഷേ നമ്മൾ കടം എടുക്കുന്നവർക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് കുറയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെ. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ തൊട്ട് യുകെയിലെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ വീണ്ടും കൂടാൻ പോവുകയാണ്. ഏകദേശം 148 പൗണ്ടാണ് ഈ മാസം തൊട്ട് യുകെയിൽ ഒരു വർഷത്തേക്ക് കൂടാൻ പോകുന്നത്. അതായത് ഒക്ടോബർ തൊട്ട് യുകെയിലെ എനർജി പ്രൈസ് ക്യാപ്പ്, അതായത് യുകെയിൽ നമ്മുടെ രാജ്യത്തെ പോലെ യുകെയിൽ എല്ലാ 3 മാസം കൂടുമ്പോഴും അവർ ഇവിടുത്തെ എനർജി പ്രൈസിന് ഒരു ക്യാപ്പ് പ്രഖ്യാപിക്കും. അതിൽ കൂടുതൽ ഇവിടുത്തെ ഒരു പ്രൊവൈഡർക്കും നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ അവർ പുതിയതായിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ഡെബിറ്റ് വഴി പേ ചെയ്യുന്നവർക്കുള്ള പ്രൈസ് ക്യാപ്പായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ അത് 1568 ആയിരുന്നു. അത് 1717 പൗണ്ടായിട്ടാണ് കൂടുന്നത്. ഏകദേശം 10% കൂടുതലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാസം 10 പൗണ്ടിന് മുകളിൽ ഏകദേശം എക്സ്ട്രാ വരാനുള്ള ഒരു ചാൻസാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ യുകെയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ യുകെയിലെ സമ്മറൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വിൻ്ററിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഒക്കെ നമ്മൾ ഇനി കൂടുതൽ യൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. നമുക്കറിയാമല്ലോ സമ്മറിൽ യുകെയിൽ രാവിലെ 5 മണിക്ക് നേരം വെളുക്കും. അതുപോലെ തന്നെ രാത്രി 10 മണി കഴിഞ്ഞ് ഇരുട്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബൾബുകളൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് യൂസ് ചെയ്തത്. ലൈറ്റൊക്കെ നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇനി നമ്മൾ വിൻ്ററിലേക്ക് കടക്കും തോറും നമുക്ക് യുകെയിൽ നേരം വെളുക്കുന്നത് ഏകദേശം 8 മണിയാകുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ വൈകിട്ട് 4 മണിയാകുമ്പോൾ ഇരുട്ടുമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഒക്കെ യൂസ് ചെയ്യും. അന്നേരം എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഒക്കെ ഉപയോഗിക്കുക. കാരണം നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ ക്രമാതീതമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം എല്ലാവരും ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. സമ്മറിലൊക്കെ 100 പൗണ്ട് മാത്രം ബില്ലുള്ളവർക്ക് വിൻ്ററിലാകുമ്പോൾ അത് ഏകദേശം 200 പൗണ്ട് വരെയൊക്കെ ആകാറുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഡബിൾ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യാതെ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ നമ്മൾ കഴിയുന്നതും അതിലൊരു കൺട്രോളൊക്കെ വരുത്താനുള്ള ശ്രമം എല്ലാവരും നടത്തുക. നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പൈസ സേവ് ചെയ്യണമെങ്കിൽ കഴിയുന്നതും അതിനുള്ള കൺട്രോളൊക്കെ വരുത്താനുള്ള ശ്രമം നടത്തുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.